ഞാനിപ്പോൾ ഇത് 2 പുട്ട് ഒന്നിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ, ഇത് ചെറിയ പ്ലേറ്റ്, ഇത് ഒരു ചെറിയ 2 പാത്രത്തിൽ ഒന്നിച്ച് വെച്ചു. ഇതിലൊരു കപ്പിനകത്തും പിന്നെ ഇത് ഞാനിപ്പോൾ ഒരു ചിരട്ടയിൽ വയ്ക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഓവനിൽ വയ്ക്കാം. ഹലോ, നമസ്കാരം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് മൈക്രോ ഓവനിൽ പുട്ട് എങ്ങനെ ഉണ്ടാക്കാം. പുട്ടുണ്ടാക്കുന്നത് ഞാൻ ഇത് കണ്ടോ, നമുക്ക് ചിരട്ടയിൽ പുട്ടുണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിപ്പോൾ പുറത്തൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ ഇതില്ലെങ്കിൽ പുട്ടുണ്ടാക്കുന്ന പാത്രം ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. നമുക്കിങ്ങനെ ചിരട്ട ഉണ്ടെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മുടെ കപ്പ് അതിലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു പപ്പടം കുത്തി എടുത്തിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു ഓട്ടയിടാം. ഇത് കേട്ടോ, ഇതുപോലെ ഒരു ഓട്ടയിടാം. ഇതിപ്പോൾ ചിരണ്ട തേങ്ങ തന്നെയാണ്, ചേട്ട ചട്ട തന്നെയാണ്. അതിൻ്റെ പുറവശം ഒന്ന് കഴുകിയെടുക്കുക, പൊടിയും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇത് കേട്ടോ, ഈ ഓട്ട ഇപ്പോൾ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണം. പിന്നെ ചിരട്ട മൈക്രോവേവ് സേഫാണ്, മൈക്രോവേവിൽ വെക്കാൻ പറ്റും. പിന്നെ ഇതുപോലത്തെ ഒരു ബൗൾ എടുക്കുക, ഒരു ബൗൾ. ഇപ്പോൾ രണ്ടിലും നമുക്ക് എങ്ങനെ പുട്ടുണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ പുട്ടിൻ്റെ പൊടി ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട്, സാധാരണ പുട്ടിൻ്റെ പൊടി പോലെ തന്നെ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കണ ഗോതമ്പ് പൊടിയും കൊണ്ടുള്ള പുട്ടാട്ടോ, അതുകൊണ്ടാണ് ഈ കളർ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ മിക്സ് ചെയ്യാം. ഇത് ഗോതമ്പ് പുട്ടിൻ്റെ പൊടിയാണ്, അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് തേങ്ങ മതി. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ പുട്ടിൻ്റെ പൊടി തന്നെയാണ്, നനവും കണ്ടോ, സെയിം തന്നെ. അതെ കണ്ടോ, ഇതാണ് പുട്ടുപൊടിയുടെ പാകം. നമ്മളിങ്ങനെ ഉരുട്ട് നോക്കുമ്പോൾ കേട്ടോ ഇങ്ങനെയാണ്. ഇപ്പോഴാണ് വെള്ളം കറക്റ്റ്. ഇപ്പോൾ പുറത്തൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ പുട്ട് കഴിക്കാൻ ആഗ്രഹമുണ്ട്. പുട്ടുണ്ടാക്കാൻ പാത്രം പുട്ടുപാത്രം ഇല്ലെന്നൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ഇതുപോലെ ഉണ്ടാക്കാം. ഓവനിൽ മിക്കവാറും എല്ലാ രാജ്യത്തും ഓവനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ ചട്ടയുടെ ഇവിടെ ഓട്ട ഉണ്ടാക്കിയിട്ട് ഇടുക. ഇത് ചട്ട വെക്കണ ചട്ട മൈക്രോവേവ് സേഫ് ആട്ടോ, അതുകൊണ്ടാണ് ചട്ടയിൽ. ഞാൻ ഈ ചട്ടയുടെ അടിയിലേക്ക് കുറച്ച് തേങ്ങ ഇടുവാണ്. സാധാരണ പുട്ടിനിടുന്ന പോലെ തന്നെ കുറച്ച് തേങ്ങ ഇട്ടു. പിന്നെ ഈ പൊടി വാരിയിടാം. ഇനി നമ്മളിതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുക്കുക, കഴിക്കേണ്ട ഒരു പൊട്ട് എടുക്കുക. ഇത് വേണ്ടോ, ഇതിങ്ങനെ കമത്തി വയ്ക്കുക. കമത്തി വെച്ചിട്ട് ഇങ്ങനെ ഈ ഓവനിലേക്ക് ഇതിങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ആവി വരും. ഒരു 3 മിനിറ്റ് വെച്ചാൽ മതി. 3 മിനിറ്റ് കഴിയുമ്പോൾ പുട്ട് വെന്താൽ മതി.